ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമി വന്നപ്പോൾ തൻ്റെ കടയുടെ ആ ഒരു ബോർഡ് എടുത്ത് വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഭൂമിക്ക് സഹിച്ചില്ല കേട്ടോ. അപ്പോൾ കൂടെയുള്ള ആ രണ്ട് പോലീസുകാരും എന്ന് പറഞ്ഞു, CI പറഞ്ഞിട്ട് ഞങ്ങൾ എടുത്ത് കളഞ്ഞതാ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ പണി പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കളയുന്നതിന് മുന്നേ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് കളഞ്ഞുകൂടായിരുന്നോ? കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാനിവിടെ കട നടത്തുന്നതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതും കൊണ്ട് ഈ കടയുടെ ഒരു വരുമാനം കൊണ്ടാണ് കഷ്ടിച്ച് ജീവിച്ച് പോകുന്നതെന്ന് പറഞ്ഞ് ഭൂമി നേരെ പോകുന്നത് SIയുടെ അടുത്തേക്ക്. അവിടെ ചെന്നിട്ട് എനിക്കൊരല്പം സമയം തരാമോ സാറെന്ന് ഭൂമി ചോദിച്ചു. അപ്പോൾ എന്താ ഭൂമി, എൻ്റെ കോഫി ഹൗസിൻ്റെ ബോർഡ് വലിച്ച് താഴെ ഇട്ടു എന്ന കാര്യം പറയുക. അപ്പോൾ ദുർവാശിയാണ്, എന്ത് ചെയ്യാനാണെന്ന് SI സാറ് പറയാം. അപ്പോൾ ഞാൻ തമ്മിൽ തല്ലാനൊന്നും പോകുന്നില്ല, പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു ബോർഡ് വെച്ചത് ഒരു ഫണ്ണാണ്, അത് നിയമവിരുദ്ധമായിരുന്നോ ഏൽക്കണോ എന്നൊന്നും ആരും എന്നോട് പറഞ്ഞിരുന്നില്ല എന്നും, അപ്പോൾ ബോർഡ് ഇളക്കിയത് നിയമവിരുദ്ധമായിരുന്നില്ലേ എന്ന് ഭൂമി ചോദിക്കുമ്പോൾ വിട്ടേക്ക് ഭൂമി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പരാതിയൊന്നുമില്ല സാർ, ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വേഷം കെട്ടി ആടുന്നു എന്ന് ഭൂമി ചോദിക്കുക ഈ സാറിനോട്. രാവിലെ അച്ഛൻ രക്തം ഛർദ്ദിച്ചുവെന്നും പിന്നെ വൈകുന്നേരം ഡോക്ടറെ കാണണം, അങ്ങനെ ഓരോ സങ്കടങ്ങൾ പറയുക. ആരും കാണാത്ത ഒരു ഭൂമിയുണ്ട് സാറെന്ന് ഭൂമി ഇങ്ങനെ പറയാം. അപ്പോൾ കോളേജിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ഒരു പെണ്ണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുക. പഠിച്ച ഏറ്റവും വലിയ സ്ഥാനത്ത് എത്തണം എന്നാഗ്രഹിച്ച ഒരു ഭൂമി, ഒന്നും നടന്നില്ല എന്നും പറഞ്ഞ് ഭൂമി ഇങ്ങനെ തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് കരയുന്നു. അച്ഛനും അമ്മയുമാണ് എൻ്റെ സ്വർഗമെന്നും അവർക്ക് ഞാൻ ചെല്ലപ്പിള്ളയാണ്, അതുപോലെ അവർക്കത് ഇഷ്ടമാണ്, അവർക്കൊരൊന്നും സംഭവിക്കാൻ ഭൂമി സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാനിങ്ങനെ അഭിനയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഭൂമി പറഞ്ഞ് തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കരയണം. ഇവിടെ എത്തുമ്പോഴാണ് മനസ്സൊന്ന് ഫ്രഷ് ആകുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം ഭൂമി പറയുക. അപ്പോൾ എന്തെങ്കിലും ഈഗോ ഭൂമിക്ക് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് അയ്യോ എനിക്ക് ഈഗോ ഒന്നുമില്ല സാർ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല, എനിക്കൊന്ന് ജീവിച്ചാൽ മതി, ജീവിച്ചേ മതിയാവും ഏത് വേഷത്തിലായാലും എന്നൊക്കെ ഭൂമി ഇങ്ങനെ പറയുമ്പോൾ സാർ എഴുന്നേറ്റിട്ട്, ഭൂമി നീ നിൻ്റെ ശൈലി മാറ്റമൊന്നും വേണ്ട, അങ്ങനെ മാറിയാൽ അത് ഭൂമി ആവുകയില്ല എന്നും ആ ബോർഡ് നീ എടുത്ത് വെച്ചോ, ഇനിയും ചൊറിയാൻ വന്ന നിനക്കും നിയമം അറിയാമല്ലോ, വിത്തൗട്ട് നോട്ടീസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ആ സാർ ഭൂമിക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ശരി സാർ. അങ്ങനെ അജയ്ക്ക് പാരയായിട്ട് നമ്മുടെ ഭൂമിക്ക് കൂടെയുള്ള പോലീസുകാർ തന്നെയുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഭൂമി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അജയ് അകത്ത് നിന്ന് ഭൂമിയെ തന്നെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക. ഭൂമിയും തിരിച്ച് അതുപോലെ തന്നെ നോക്കിയിട്ട് അങ്ങ് പോയി. ആ സമയത്ത് അജയുടെ അടുത്തേക്ക് നമ്മുടെ SI സാറിനെ വിളിപ്പിച്ചു. SI സാറ് വന്നു, അജയുടെ അടുത്ത് ഇരിക്കുവാണ്. അപ്പോൾ ഇരിക്കടോ എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി പറയാൻ പറഞ്ഞു. അന്നേരം സാർ ദേഷ്യപ്പെടരുത് എന്ന് പറയാം. അപ്പോൾ ദേഷ്യപ്പെടുത്താതിരുന്നാൽ മതിയെന്ന് അജയ്. ഞാൻ പറയുന്നത് സാർ ഒന്ന് കേൾക്കാനാണ്, മനസ്സ് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റിക്വസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. പറ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഭൂമിയുടെ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അജയ് ഇങ്ങനെ തുറച്ച് നോക്കും. വീട്ടിൽ പ്രാരാബ്ദവും വേറെ ദുഃഖവും നിറഞ്ഞൊരു ജീവിതമാണ് ആ കുട്ടിയുടേതെന്ന കാര്യം ഈ സാറ് പറയാം. കോളേജിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു എന്നും ഇന്ന് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തിരിക്കേണ്ട ഒരു കുട്ടിയാണ് അവളെന്നും പറഞ്ഞു. സാഹചര്യം ഇങ്ങനെയൊക്കെ ആക്കിയതാണെന്ന് ആ സാറ് പറഞ്ഞു കൊടുക്കുക. പക്ഷേ തോറ്റു കൊടുക്കാൻ ആ കുട്ടി തയ്യാറായില്ല. അതാ ഈ കോഫി ഷോപ്പെന്ന് ഈ സാറ് പറയാം അജയോട്. പാവപ്പെട്ടവർക്ക് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കും, അതും ഫ്രീ ആയിട്ട്. പിന്നെ ഇവിടെ വരുന്നവർക്ക് പരാതി എഴുതി കൊടുക്കും, പാരിതോഷികമൊന്നും വാങ്ങാതെ. സഹായം ആവശ്യപ്പെട്ട് ചെയ്യുന്ന ആരെയും ആ കുട്ടി കൈവിടില്ല, എന്തിനും ഏതിനും. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ അവൾ ഇവിടുത്തെ ഒരു കുട്ടിയാണെന്നും ഈ സാറ് പറയാം. ഇവിടെ വരുമ്പോഴാണ് ആ കുട്ടി ഒന്ന് റിലാക്സ് ആണെന്നൊക്കെ പറയുമ്പോൾ പോലീസ് സ്റ്റേഷൻ എന്താ വിനോദ കേന്ദ്രമാണോ എന്നും ചോദിച്ച് പോലീസ് സ്റ്റേഷന് ബോർഡ് വെച്ച നിയമം എന്തെന്ന് ചോദിച്ചിങ്ങനെ അജയ് ചൂടാകുമ്പോൾ അത് മാറ്റി വെച്ചോളേ സാർ, മാറ്റി വെച്ച ബോർഡ് എടുത്തു കളയാൻ നിയമം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം നിയമം വേണ്ട, ഞാൻ തീരുമാനിക്കും, ഞാൻ മനഃപൂർവ്വം തന്നെ ചെയ്തതാടോ, ബോർഡ് എടുത്ത് കൊടുത്തതിന് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ, അല്ലെങ്കിൽ കൊടി പിടിക്കാൻ പറ, സമരം ചെയ്യാൻ പറയാനൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ അജയ് ഞാൻ അന്ന് മുതൽ നോട്ടം വിട്ടതാണെന്നും പിന്നെ ഓട്ടിക്ക് ഞാൻ അവളെ ഇടുന്നു, അപ്പം ജീവിത മാർഗ്ഗമാണ് സാറെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിർത്തണമെന്നും പറഞ്ഞു അജയ്. ഇപ്പം ബോർഡ് എടുത്ത് മാറ്റിയതേ ഉള്ളൂ, ഇനി ഞാൻ ആ കട തന്നെ അങ്ങ് എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ സോറി പറയാൻ ഭൂമി തയ്യാറാണ് സാറെന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട എന്നും പറഞ്ഞു അജയ്. അങ്ങനെ ഭയങ്കര ദേഷ്യം, ക്ഷമിച്ചേക്ക് സാറിന് വേണ്ടാന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് ചൂടായി. അത് കഴിഞ്ഞതിന് ശേഷം SI സാർ ഒന്ന് ഭൂമിയെ വിളിക്കുക. എന്നിട്ട് അജയ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം. ഭൂമി കിട്ടുന്ന ഒരവസരവും ഇടണ്ടായെന്ന് SI സാർ പറഞ്ഞു. സാർ സോറി പറയാമെന്ന് പറഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു, ഭൂമിയെ വെറുതെ വിടില്ലെന്നാണ് പറഞ്ഞതെന്ന കാര്യം പറയുമ്പോൾ അപ്പോൾ തുടരുമല്ലേ അല്ല സാറേ എന്ന് ഭൂമി ചോദിച്ചു. അപ്പോൾ തുടരാം എന്നും പറഞ്ഞ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പാർട്ടിക്കാർ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവർ വന്ന് ഇങ്ങനെ ഒച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കും. അപ്പോൾ നമ്മുടെ ഭൂമി കടയിലുണ്ട്. അപ്പോൾ ഭൂമി എന്നിട്ട്
ഓടി അവരുടെ കൂടെ ചെന്ന് നിന്ന് CI എന്ന ധരാം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കുറേ ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു കിട്ടോ. അങ്ങനെ കുറേ ഒച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചപ്പോഴത്തേക്ക് അജയ് ഇറങ്ങി വന്നേ നോക്കുക. അങ്ങനെ നമ്മുടെ ഭൂമി അവരുടെ കൂടെ നിൽക്കുന്ന അജയ് കണ്ടു. അപ്പോൾ അജയ്ക്ക് ഭൂമിയോട് ഭയങ്കര ദേഷ്യം കൂടുതൽ. അങ്ങനെ പിന്നെ അവർ ഈ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ നമ്മുടെ ഭൂമിയും അവരോടൊപ്പം നിന്ന് പ്രസംഗിക്കുക. ഇതൊക്കെ കണ്ട് അജയ് ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കുക. അങ്ങനെ ചെയ്യാത്ത അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങൾ വരെ നമ്മുടെ ഭൂമി ഈ ഒരു ദേഷ്യത്തിൻ്റെ പേരിൽ ചെയ്യുന്നു. കൂടെ നിൽക്കുന്നവരൊക്കെ അന്തം വിട്ട് നിൽക്കുക. അപ്പോൾ ഭൂമി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഭൂമി. അപ്പോൾ ഭൂമി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് എല്ലാവരും കണ്ണ് തള്ളി നിൽക്കുന്നു. ആ സമയത്ത് രാഷ്ട്രീയക്കാർ വന്ന് എടുത്തു കളഞ്ഞ ബോർഡ് അങ്ങനെ തന്നെ നമ്മുടെ ഭൂമി എടുത്ത് അതിൻ്റെ മേളിൽ വെപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തപ്പോഴത്തേക്കും അജയ് അവിടെ നിന്ന് ഒച്ച വെച്ചു, ഈ ബോർഡ് എടുത്ത് കളയാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങളുടെ പാർട്ടി മെമ്പറായ ഒരു സാധാരണ സ്ത്രീ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു സ്ത്രീയുടെ ചായക്കടയാണെന്നും ഈ ബോർഡ് എടുത്ത് മാറ്റുക, പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ കത്തിക്കും എന്ന് വന്നവർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അജയ് അവന്മാരോട് പിരിഞ്ഞു പോകാൻ പറയാൻ പറഞ്ഞു, അല്ലെങ്കിൽ ലാത്തി ചാർജ് എന്നൊക്കെ അജയ് പറയാം. അപ്പോൾ ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് പാവം പോലീസുകാരനെ അങ്ങോട്ട് ചെന്ന് അജയ് കലി കയറി ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ഭൂമിയെ വിളിച്ച് മാറ്റി നിർത്തി ബാലേട്ടൻ എന്ന് പറഞ്ഞ പുള്ളി, ഭൂമി എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറയാം, CI ലാത്തി ചാർജിന് ഓർഡർ ഇട്ടിട്ടുണ്ടോ? അപ്പോൾ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? വെറുതെ പൊല്ല പകലമുള്ള എൻ്റെ മോളൊന്ന് കേൾക്കാൻ പറഞ്ഞു. ഈ സമയത്ത് ഭൂമി അവിടെ ചെന്നു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, നമ്മുടെ വരവിൻ്റെ ഉദ്ദേശം സക്സസ് ആയി, നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം എന്നൊക്കെ ഭൂമി പറയുന്നു. അപ്പോൾ ശരി എന്നും പറഞ്ഞ് ഇങ്ങനെ നമുക്കൊരു ചായയൊക്കെ കുടിച്ച് പിരിയാം എന്നും പറഞ്ഞ് ഇവർ വന്നിരുന്ന് ഭൂമിയുടെ കടയിൽ കയറി ഇന്ന് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ അവർ എല്ലാം സെറ്റാക്കി അവിടുന്ന് പോകുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ അജയുടെ വല്യച്ഛനെയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു 2 സ്മോളൊക്കെ അടിച്ച് അവിടെ നിൽക്കുമ്പോൾ അച്ഛമ്മ അങ്ങോട്ടേക്ക് കയറി വരുന്നു, അമ്മ. അപ്പോൾ അമ്മ കയറി വന്നപ്പോൾ അമ്മ എന്തോ ഒറ്റയ്ക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് ഒന്ന് വിളിച്ചെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ നിന്നെ കാണാൻ വരാൻ ഞാൻ ജ്യോതിഷമൊക്കെ നോക്കണോടാന്ന് അമ്മ. അല്ലമ്മേ അത്. അപ്പോഴത്തേക്ക് അമ്മ ഒന്ന് ചിരിച്ചു, എൻ്റെ പൊന്നും മോനെ ഞാൻ ഒറ്റയ്ക്കല്ലടാ, സംഗീതം ഉണ്ടായിരുന്നു കൂടെ, അവളെ ഒന്ന് ബാങ്കിൽ കയറിയതാണെന്ന് അമ്മ. ആണോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം പിന്നെ അമ്മയ്ക്ക് ചായയും കാര്യങ്ങളൊക്കെ മകനിട്ട് കൊടുത്തു. ഈ സമയം മോനെ ഈ സൗഭാഗ്യപുരത്ത് താമസിക്കേണ്ടവനാണെന്നും നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ വീട്ടിലേക്ക് വാവാന്ന്. ആ സമയത്ത് അവിടുത്തെ അന്തരീക്ഷം അതെന്നെ വല്ലാണ്ട് ശ്വാസം മുട്ടിക്കുമെന്ന് അദ്ദേഹം പറയുവാണ്. ഭവാനിയുടെ വാക്കുകൾക്ക് എനിക്കില്ലേ അമ്മേ സങ്കടമെന്നും അദ്ദേഹം ചോദിക്കുക. അതൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. അത് ഏകപക്ഷീയമായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ എന്നും ഇങ്ങനെ പറഞ്ഞു. ഞാൻ സാഗറിനെ കൊന്നു എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാര്യയും മകളും എവിടെയാണെന്നറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുത്തനല്ലേ അമ്മേ ഞാനെന്നിങ്ങനെ പറയുവാണ്. അപ്പം അനിയനെ കൊന്നു എന്നുള്ളൊരു ഭാരം കൂടി ചുമക്കാനുള്ളൊരു കരുത്ത് അതെൻ്റെ മനസ്സിനില്ലമ്മേ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ 22 വർഷം മുൻപ് എന്താ സംഭവിച്ചതെന്ന്. ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കാൻ തയ്യാറാകാത്തത് എന്താണ്, അല്ലെ മനസ്സിലാക്കാത്തത് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നു. അതിനുശേഷം അന്ന് നടന്ന ആ ഒരു കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ സൗഭാഗ്യ എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡ് അവർ സീൽ വെച്ചതിനെ പറ്റിയൊക്കെയുള്ള ആ ഒരു വാർത്തയും കാര്യങ്ങളെല്ലാം പറയണം. അപ്പോൾ അന്നത്തെ ആ കേസ് അന്വേഷിക്കാതിരിക്കാൻ എന്നെക്കൊണ്ട് കഴിയുമായിരുന്നില്ല. അപ്പോഴാണ് സാഗറും ഭവാനിയും കൂടെ എൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നതെന്ന് പറഞ്ഞു അന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുക. ഇവർ കയറി വന്നതും അതുപോലെ ഇവർ അതിനകത്ത് കയറി ഒളിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ. പെട്ടെന്ന് ഇദ്ദേഹം വാതിലടച്ചു. എടാ എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കുന്നതെന്ന് ചോദിച്ചു. ഏട്ടാ പത്രത്തിലും TV യിലും വരുന്ന വാർത്തകൾ പോലൊന്നും അല്ല ശരിക്കും സംഭവിച്ചതെന്ന് പറയാം. അതേ ഏട്ടാ, ഞങ്ങളെ തകർക്കാൻ ആരോ ഗൂഢാലോചന നടത്തിയതാണെന്നും ഇതിൻ്റെ പിന്നിൽ മറ്റേതോ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ടെന്നും പറയും. അങ്ങനെയല്ലല്ലോ ഗവൺമെൻറ് റിപ്പോർട്ടുകൾ. കമ്പനിയുടെ നിർമ്മാണ യൂണിറ്റിൽ നിന്ന് മയക്കുമരുന്ന് വിഭാഗത്തിൽപ്പെടുന്ന വസ്തുക്കളും വ്യാജ ലേബലോട് കൂടിയ മരുന്നുകളും പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവരിങ്ങനെ ആകതായിട്ട് നിൽക്കുക. ഏട്ടാ അബദ്ധം സംഭവിച്ചു പോയെന്ന് പറയുമ്പം സൗഭാഗ്യം എന്ന് നമ്മുടെ അമ്മയെ പോലും നീ മറന്നോടാ, കുടുംബത്തെ നീ മറന്നോടാ എന്നൊക്കെ ചോദിച്ച ഏട്ടൻ അന്ന് അനിയനോട് ചൂടായത്. അങ്ങനെ 22 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ഇങ്ങനെ ഓർക്കുക. അന്ന് കേസ് അതിൻ്റെ വഴിക്ക് പോട്ടെ, നീ പോയി സറണ്ടർ ആകാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് അമ്മയോട് പറയുന്നു. അതിനുശേഷം പിന്നെ 2 ദിവസം കഴിഞ്ഞാണ് ഞാൻ അവനെ കാണാൻ പോയത്. അവൻ ഒളിവിൽ താമസിച്ച വീട്ടിലേക്കാണ് ഞാൻ പോയത്. സുപ്രീം കോടതി അഡ്വക്കേറ്റ് രാമൻകോളുമായി ഞാൻ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം അവനെ രക്ഷിക്കാനായി ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തന്നിരുന്നു, അത് പറയാനാണ് ഞാൻ അവിടേക്ക് പോയതെന്ന കാര്യം പറയുക. അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നു. അത് നല്ല മഴ. ആ മഴയത്ത് ആ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോഴത്തേക്കും സൗഭാഗ്യം ഒരൊച്ച കേട്ട് ഇറങ്ങി ഓടുക. അപ്പോഴേക്കുമാണ് ഇദ്ദേഹം ചെല്ലുന്നത്. അങ്ങനെ സൗഭാഗ്യമാണെന്നുണ്ടെങ്കിൽ അവിടെ തല കറങ്ങി അങ്ങ് വീണു, അവിടെ തല ഇടിച്ച് വീണു. സമയത്ത് അവിടെ കിടന്ന് ഇങ്ങനെ പിടയ്ക്കുവാണ്. അങ്ങനെ പിടഞ്ഞ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ
ദേ ഏട്ടൻ നിൽക്കുന്നു. ഏട്ടനെ കണ്ടപ്പോഴത്തേക്കും സൗഭാഗ്യ ഭയങ്കര കലുപ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് അദ്ദേഹത്തെ നോക്കുവാണ്. അപ്പോൾ ഭയങ്കര ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നു. ഈ സമയത്ത് നെറ്റിയിലെ സിന്ദൂരത്തിൽ ഇങ്ങനെ വെള്ളമൊക്കെ വീണിങ്ങനെ ഒലിച്ചിങ്ങനെ നിൽക്കുക. ഭയങ്കര കലിപ്പിൽ ഇദ്ദേഹത്തെ തുറിച്ച് നോക്കി സൗഭാഗ്യം ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ വാടോ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സൗഭാഗ്യം ഇദ്ദേഹത്തെ വിളിക്കുക. തൻ്റെ അനിയനെ തനിക്ക് കാണണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ വാടോ നീതിമാനായ സഹോദര വാ, ഭവാനി വന്ന് നോക്കടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന് വിളിച്ചുകൊണ്ട് പോവുക. ചെല്ലുമ്പോൾ കാണുന്നത് ഇങ്ങനെ അനിയൻ അവിടെ കെട്ടി തൂങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അജയ് ഭൂമിയോട് കാണിച്ച നീതികേടിന് നല്ല പുഷ്പം പോലെ പണിയും കൊടുത്ത് പുഷ്പം പോലെ അതിൽ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്തു നമ്മുടെ ഭൂമിയോട് പൊരുതി അജയ് തൽക്കാലം തോറ്റു നിൽക്കുക. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ, സേ ആൻഡ് ടേക്ക് കെയർ, ബൈ ബൈ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. എല്ലാവർക്കും ടാറ്റ.